ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ക്വിഷി കീ ചെയിൻ ഉണ്ടാക്കാൻ പോവാണ്. ഫസ്റ്റ് ഞാൻ കുറോമീനെ വരച്ചു. കുറോമീനെ വരയ്ക്കുമ്പോൾ എന്തോ എനിക്ക് ഭയങ്കര ഭീകര ഒരു ഫേസാണ് വരുന്നത്. അതുകൊണ്ട് അതിനെ ഞാൻ ഒഴിവാക്കിയിട്ട് ഹലോ കിറ്റി വരച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ അത് കളർ ചെയ്യുകയാണ്. ഇതാണ് ഞാൻ വരച്ച ഹലോ കിറ്റി. ഹലോ കിറ്റി എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഹലോ കിറ്റിയിൽ നമ്മൾ ആ ചെവിയുടെ അവിടുത്തെ ആ ഒരു പീച്ച് കളർ കൊടുത്തു. നമ്മൾ ബോയ്ക്ക് നമ്മുടെ റെഡ് കളറാണ് അവിടെ കൊടുക്കുന്നത്. ഇങ്ങനെ നടുക്ക് വരാതെ ബാക്കിയുള്ളിടത്ത് ബോയുടെ കളർ ഇങ്ങനെ കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അവസാനം വരെ വീഡിയോ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്കിപ്പോൾ 1.19K സബ്സ്ക്രൈബേഴ്സ് തന്നെ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ ഞാൻ ഈ റെഡ് കളർ അടിച്ചതിന് ശേഷം ഇനി നമുക്ക് യെല്ലോ കളറാണ് ഞാൻ ബോയുടെ ആ ഒരു ബോളിനൊക്കെ കൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഞാൻ യെല്ലോ കളർ കൊടുത്തപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മൂക്കിനും കൂടെ യെല്ലോ കളറാണ് കൊടുത്തിട്ടുള്ളത്. പിങ്ക് ആയിരുന്നു എല്ലാം എനിക്ക് ഡൗട്ട് ഉണ്ടായി. പിന്നെ ഞാൻ യെല്ലോ തന്നെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കണ്ണും നമ്മുടെ ആ ഒരു പൂച്ചയ്ക്ക് വരുന്ന ഈ ഒരു മീശ പോലെ താടിയില്ലേ, അതും കളർ ചെയ്യണം. അപ്പോൾ നമ്മൾ കണ്ണിന് കൊടുത്തത് ഫസ്റ്റ് പെൻസിൽ കൊണ്ട് കൊടുത്തിട്ട് പിന്നെയാണ് എൻ്റെ ലെക്സ് കാർഡിലെ മൾട്ടി ഡാർക്കിൻ്റെ എന്താ പറയുക ഈ ഒരു മാർക്കർ ഇരിക്കുന്നത് കണ്ടത്. അപ്പം ഞാൻ അതെടുത്തിട്ട് ഈ മാർക്കർ ഇങ്ങനെ കൊടുത്തിട്ട് ആ മീശ ചാടിയേക്കൊന്ന് ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. പെൻസിലൊക്കെ എന്തോ തെറിച്ച് പോലെയായിരുന്നു കേട്ടോ പണി. അങ്ങനെ അതൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഇങ്ക് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പെൻസിലും കൊണ്ട് അതെല്ലാം ഒന്നുകൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തു. കാരണം മറ്റേത് വർക്കാണുണ്ടായിരുന്നല്ലോ. പെൻസിൽ ഞാൻ ഇങ്ങനെയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മുടെ ഹലോ കിറ്റി റെഡി ആയി. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ നമ്മളിനി അത് വേറെ പേപ്പറിൽ ഒട്ടിച്ചിട്ട് ഒന്നും കൂടെ കട്ടിയാക്കാൻ വേണ്ടി ഒന്നുകൂടെ അതിലൊട്ടിച്ചിട്ട് 2 പേപ്പറിൻ്റെ കട്ടി കൊടുത്തിട്ട് കട്ടാക്കാൻ പോവാം കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് ഗ്ലൂ തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലത്. കുറച്ച് കോംപ്ലിക്കേറ്റഡാണ് നമ്മുടെ വലിയ ഗ്ലൂ ഒക്കെ നല്ലത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് ഇത് മൊത്തത്തിൽ ചെയ്യുന്നത്. കാരണം എനിക്കിത് മുമ്പ് ഇത് അത്രയും പരിചയമില്ല. നല്ല ചെയ്യലുണ്ട്, പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അത് ചെയ്തു. ഇനി നമ്മൾ 2 പീസ് നമ്മൾ കട്ട് ചെയ്തു. അത് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ 2ആക്കി എടുത്തു കേട്ടോ. കാരണം നമുക്ക് 2 ഇത് വെക്കുമ്പോൾ സ്ക്വിഷിയുടെ ഒരു ഐഡിയ എൻ്റെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് കണ്ട 2 സൈഡ് കട്ട് ചെയ്തു. പിന്നെ അത് ഇങ്ങനെ ഒരെണ്ണം കട്ട് ചെയ്തായിരുന്നു. പക്ഷേ എന്നിട്ട് ഞാൻ അതിങ്ങനെ വെട്ടിയൊക്കെ വെച്ചപ്പോൾ ആ ഹലോ കിറ്റിയുടെ ആ വളവും തിരിവൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ. അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ അതങ്ങ് വെട്ടിക്കളഞ്ഞു. അത് നമുക്ക് വേണ്ടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മളിത് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ മടക്കിയിട്ടൊന്ന് പെർഫെക്ഷൻ ആക്കിയാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വയ്ക്കുമ്പോൾ അത് പോവാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 സൈഡും നമ്മൾ കട്ട് എടുത്തായിരുന്നു ഞാൻ. പക്ഷേ അത് വെച്ചില്ല. എനിക്കതൊക്കെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം അത് വെക്കാൻ ഭയങ്കര പാടായിരുന്നു. കാരണം ഇതെൻ്റെ കൂട്ടുകാരി ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുറോമിയുടെ. അതൊക്കെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ പ്ലസ് കീ ചെയിനും കൂടി ഒന്ന് ആക്കിയെടുത്ത് നോക്കാൻ പ്ലസ് കീ ചെയിനൊക്കെ ആക്കി നോക്കാൻ എടുത്തതാണ്. പക്ഷേ അത് ശരിയായില്ല. അങ്ങനെ ഇത് ചെയ്തിട്ട് ഇനി നമ്മൾ മടക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഞാനത് ഗ്ലൂ ഒക്കെ ഒട്ടിച്ചിട്ട് വെക്കാൻ നോക്കിയപ്പോൾ അതൊന്നും അങ്ങോട്ട് ഒരു വർക്ക് ആവണില്ലായിരുന്നു. ഞാൻ ഈ ഗ്ലൂ ആണ് വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു പിന്നെ അതല്ല, കുറച്ചുകൂടെ ഇടുവാണെങ്കിൽ തന്നെ അതിനെക്കാട്ടിയും നല്ലത് നമ്മുടെ മറ്റേ സ്റ്റിക്ക് ഗ്ലൂ തന്നെയാണ്. എനിക്ക് എന്തും കൊണ്ടും നന്നായിട്ട് തോന്നിയിട്ട് അപ്പോൾ സ്റ്റിക്ക് ഗ്ലൂ ആണ്. ഈ ഗ്ലൂ ആവശ്യമുണ്ട് ചില പാർട്സിന്, പക്ഷെ കൂടുതലും സ്റ്റിക്ക് ഗ്ലൂ ആണ് ഗൈസ് നല്ലത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ സ്റ്റിക്ക് ഗ്ലൂ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിലൂടെ അറിയാതെ ആക്കി. അപ്പോൾ പിന്നെ ഫുള്ളങ്ങ് ആക്കി. എന്തായാലും അത് ഞാൻ കളഞ്ഞു. പിന്നെ ഞാൻ തൂത്ത് കളഞ്ഞു കേട്ടോ. കാരണം ഞാൻ അപ്പോഴാണ് ഓർത്തത്. അത് ഞാൻ വെക്കാനായിട്ട് കുറേ നേരമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, അതൊന്നും ശരിയാവണില്ല. അപ്പോൾ ഗൈസ് അത് ഞാനിങ്ങനെ വെച്ചു. പക്ഷേ നമ്മൾ കീറിക്കളഞ്ഞു. എന്നിട്ട് ഞാൻ സാധാ രീതിയിൽ നമ്മുടെ സ്ക്വിഷി ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ അങ്ങനെ ഒരു 3D ലുക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ സ്ക്വിഷി നമ്മൾ സൈഡിൽ കൂടെ ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുവാണേ. അപ്പോൾ ഞാൻ അത് ഒട്ടിച്ചിട്ടാണോ ഞാൻ ഓർത്തത്, ഞാൻ അതിൻ്റെ ആ ഒരു സെലോ ടേപ്പ് ഒട്ടിച്ചില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ അത് ഊരിയിട്ട് സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഒരു പൗച്ച് പോലെ ആക്കി എടുത്തു. എന്നിട്ട് ആ പൗച്ചിലേക്ക് നമ്മളിത് ആ പില്ലോന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കിത് അത് കണ്ടിട്ട് എൻ്റെ അനിയൻ എനിക്ക് പാര വെച്ചു. അത് പോയിട്ട് പപ്പയുടെ അമ്മ എടുത്ത് പറഞ്ഞു കൊടുത്തു. നല്ല വഴക്ക് കിട്ടി. എന്നാലും ഞാൻ പറിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അത് ഒട്ടിച്ച് ഇത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒട്ടിച്ച് വെച്ച് ഇനി അന്നും കൂടെ അതൊന്ന്
സെറ്റാക്കി. പിന്നെ നമ്മൾ 5-6 ഇത് സെല്ലോ ടേപ്പ് തന്നെ ഒട്ടിച്ചിട്ട് അതിലൊരു വട്ടം പോലെ വെട്ടിയിട്ട് ഒരു 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 കുഞ്ഞു തുളയിട്ട് കൊടുത്തു. ഇതൊക്കെ ചെയ്യാൻ സിമ്പിളല്ലേ ഗൈസ്. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ ഈ ഒട്ടിക്കാനായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് നമ്മുടെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പെട്ടിയൊക്കെയില്ല, അതിൽ നിന്നൊരു കുഞ്ഞിതാണെങ്കിലൊക്കെ എടുക്കാം. പിന്നെ നമുക്ക് കുറച്ചുകൂടെ നല്ലത് എനിക്കിതായിട്ട് തോന്നി. പെട്ടെന്ന് ഒട്ടിക്കാനും ഉണ്ടാക്കാനും ഒക്കെ എനിക്കിതാണ് ഇഷ്ടമായത് കേട്ടോ. അപ്പോൾ നമ്മളത് ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിങ്ങനെ എടുത്തു കേട്ടോ. നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, മുകളിലത്തെ ഈ ഒരു സൈഡിൽ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ 2 ഒട്ടിച്ചിട്ട് എന്തായാലും പോവില്ലെന്ന് ഉറപ്പാണ്. പിന്നെ നമ്മൾ ആ നടുക്കത്തെ ആ ഒരു തുളയില്ലേ, അതൊന്നും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് ചെയ്തൊരു പരിപാടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനങ്ങനെ ഇത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ ഈ ഒരു കീ ചെയിൻ തുറക്കണ പലവർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സിസേഴ്സ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്താൽ മതി ആ സിസേഴ്സ്. സംഭവം ദാസ് ഈസി ആയിട്ട് തുറന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അടയ്ക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഒരു വശമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം ഒന്നും ഇങ്ങനെ കൈയൊക്കെ വെച്ച് ചെയ്ത് നോക്കി, അതൊന്നും നടന്നില്ല. അവസാനം നമ്മുടെ പേഴ്സണലായിട്ടുള്ള രീതി തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. നമ്മുടെ പേഴ്സണലായിട്ടുള്ള രീതി അറിയാവുന്നവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ നോക്കി, ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ നടക്കില്ല, കാരണം നല്ല ശക്തിയാണ്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള രീതിയാണ് കടിച്ച് നമ്മൾ സെറ്റാക്കി. ഇത് നമുക്ക് തന്നെ ഉപയോഗിക്കാമല്ലേ, പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും വഴി നോക്കണം, അല്ലെങ്കിൽ കടിച്ചിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റാക്കി. ഇപ്പോൾ നമ്മുടെ കീ ചെയിൻ ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കീ ചെയിനാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.